ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം തൃശ്ശൂർ മണ്ഡലം. തൃശ്ശൂർ മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളും സജീവമായി തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പര്യടനവും ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിൽ LDFിൻ്റെ ചുമതലക്കാരനായ റവന്യൂ മന്ത്രി കൂടിയായ K രാജ നമ്മോടൊപ്പമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ വിജയസാധ്യതകളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം, ആ പരാജയം മറികടക്കാൻ ഇത്തവണ എന്ത് അനുകൂലഘടം? അല്ല, തീർച്ചയായിട്ടും രാഷ്ട്രീയം പൊതുവിൽ അനുകൂലമാണ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നല്ലതുപോലെ രാഷ്ട്രീയം അനുകൂലമാണ്. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള VS സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അണികൾ മാത്രമല്ല പൊതുസമൂഹമാകെ ആവേശഭരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞു. മൂന്നാമത്തൊരു കാര്യം, കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെൻറ്റ് മണ്ഡലം എന്ന നിലയിൽ യഥാർത്ഥത്തിൽ തൃശ്ശൂരിന് കിട്ടേണ്ട അവകാശങ്ങളോ വികസന പ്രവർത്തനങ്ങളോ ഒന്നും നടന്നില്ല എന്നുള്ളതിൻ്റെ അനുഭവ സാക്ഷ്യം മുമ്പിൽ നിൽക്കുകയാണ്. ഈ 3 ഘടകങ്ങളും സ്ഥാനാർത്ഥി എന്നുള്ള നിലവിലുള്ള വലിയ മികവ്, രാഷ്ട്രീയത്തിലെ പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ, മൂന്നാമതായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ രംഗത്തിറങ്ങി എന്ന പ്രത്യേകത, ഈ 3 കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് വളരെ വേഗം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 9-ാം തീയതി തൃശ്ശൂരിൽ പാർലമെൻറ്റ് മണ്ഡലം തലത്തിലുള്ള കൺവെൻഷൻ ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ നിയോജക മണ്ഡലം തലത്തിലുള്ള കൺവെൻഷനിലേക്ക് പോകും. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് 2 തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മിറ്റികൾ രൂപീകരിച്ചതാണെങ്കിലും ബൂത്ത് തലം വരെയുള്ള കൺവെൻഷനുകൾ, കുടുംബയോഗങ്ങൾ, ഈ വിധത്തിലുള്ള ഒരു വലിയ പരിപാടിയിലേക്ക് പോകും. സംഘടനാപരമായി വലിയ നേട്ടമുണ്ടാകും. 14 ലക്ഷത്തിലേറെ വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ നമ്മൾ നിലവിലെടുക്കുന്ന എല്ലാ കണക്കുകളും പരിശോധിക്കുമ്പോൾ 7 നിയോജക മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള സ്വാധീനം, 7 മണ്ഡലത്തിലും MLA-മാരുള്ളത്, 7 മണ്ഡലത്തിലെയും വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനും ഉണ്ടായ വലിയ മേൽക്കൈ, അതിന് താഴെയുള്ള തൃശ്ശൂർ കോർപ്പറേഷനാണെങ്കിലും ഈ ലോകസഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള മുനിസിപ്പാലിറ്റികളാണെങ്കിലും എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത ഒരു പ്രധാന ഭീഷണി എന്ന് പറയുന്നത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പറഞ്ഞാലും LDFും UDFും തമ്മിലായിരുന്നു ഒരു മത്സരം എന്ന്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്തൊരു ഭീഷണി, തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന വലിയൊരു മുദ്രാവാക്യം ഉയർത്തിയിട്ട് BJP വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കൂടി അവർ മണ്ഡലം പിടിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. തൃശ്ശൂർ ഒരു കേന്ദ്രമന്ത്രി എന്ന മുദ്രാവാക്യം എത്രമാത്രം തൃശ്ശൂർ മണ്ഡലത്തിൽ ഇതാവും? ഈ നടപടിക്രമങ്ങളൊക്കെ എത്ര പരീക്ഷിച്ചു പോയതാണ്. ഈ നടപടിക്രമങ്ങൾ കഴിഞ്ഞ തവണയും വർദ്ധിത വീര്യത്തോടെയും ആവേശത്തോടെയും BJP പരീക്ഷിച്ചതാണ്. കേന്ദ്രമന്ത്രിയെ കിട്ടാൻ പോകുന്നു, മത്സരിക്കുന്നു. സുരേഷ് ഗോപിയെ കഴിഞ്ഞ രാജ്യസഭാ സീറ്റിൽ രാജ്യസഭാ അംഗമായി നിലനിൽക്കുന്ന എല്ലാ ഘട്ടത്തിലും ഇതുതന്നെ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്രമന്ത്രി ഉണ്ടാകും എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ MP ആയിരിക്കുന്ന ഘട്ടത്തിലെ കേന്ദ്രമന്ത്രിയാക്കി മാറ്റാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മുടെ രാജ്യത്ത് BJP ഭരണകൂടത്തിനെതിരായി ഒരു ജനവികാരം ഉയർന്നു വരുന്ന, എല്ലാ വിഭാഗം ആളുകളെയും പങ്കാളികളാക്കാൻ കഴിയുന്ന ഒരു ബദൽ രാഷ്ട്രീയം ഇന്ത്യയിൽ ഉയർന്നു വന്നു കഴിഞ്ഞു. അതിൻ്റെ ബഹുസ്മരണം എല്ലാ അർത്ഥത്തിലും ഉണ്ടായി. അപ്പോൾ ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇത്തരം പൊള്ളയായ അഭിപ്രായ പ്രകടനങ്ങളിലൊന്നും തൃശ്ശൂർക്കാർ വിശ്വസിക്കില്ല. തൃശ്ശൂരിന് നല്ല പാരമ്പര്യമുണ്ട്. നേരത്തെ ജയ്സൺ പറഞ്ഞതുപോലെ LDFും UDFും തമ്മിൽ തന്നെയാണ് തൃശ്ശൂർ മത്സരം. 2 തവണ ലോകസഭയിലും നിയമസഭയിലുമൊക്കെ എതിർ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചതും പ്രവചിച്ചതുമായ കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും തൃശ്ശൂർ എടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചതിനെ വർദ്ധിത വീര്യത്തോടെ തൃശ്ശൂർ തള്ളി. ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വർക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രത്യേകിച്ച് BJPയുടെ ഭാഗത്തുനിന്ന് നടന്നു വരികയാണ്. അതിലൊന്ന് ലൂർദ് പള്ളിയിൽ വെച്ച് കിരീടം വെക്കലായിരുന്നു. മറ്റൊന്ന് കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉല്ലൂർ പള്ളിയിൽ, അതായത് വിമോചന സമരകാലത്ത് വെടിവെപ്പ് നടന്ന ഉല്ലൂർ പള്ളിയിൽ സന്ദർശിക്കുക. ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അതിൻ്റെ വിജയം എത്രമാത്രമുണ്ട്? അല്ല, രാജ്യത്ത് BJPയുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ മതന്യൂനപക്ഷങ്ങൾ അതിഭീകരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇന്ത്യ കാണുകയല്ലേ. മണിപ്പൂരിൽ പൂർണ്ണ നഗ്നരായ 2 സ്ത്രീകൾക്ക് ആൾക്കൂട്ടാരവത്തിനിടയിൽ ഓടിപ്പോകുന്നതിനെക്കുറിച്ച്, പോകേണ്ടി വന്ന ഗതികേടിനെക്കുറിച്ച് ഒരക്ഷരം പോലും തൃശ്ശൂരിൽ വന്ന് നിന്നിട്ട് പോലും അപലപിക്കാനോ അത് ശരിയല്ലെന്ന് പ്രഖ്യാപിക്കാനോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കായില്ലല്ലോ. മണിപ്പൂരിൽ ഈ കലാപത്തിൻ്റെ മുഴുവൻ ചോര ഒഴുകിയപ്പോഴും ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയ 3 മണിക്കൂർ പ്രസംഗത്തിൽ 6 മിനിറ്റ് ആ വിഷയം സ്പർശിക്കാതെ മണിപ്പൂർ പറഞ്ഞു പോയതല്ലാതെ അതിനോട് പ്രതികരിക്കാൻ അദ്ദേഹത്തിനായില്ലല്ലോ. പൗരത്വ ഭേദഗതി ബില്ലുൾപ്പെടെ നമ്മുടെ രാജ്യത്ത് സ്ഥാനാർത്ഥി തന്നെ, BJPയുടെ സ്ഥാനാർത്ഥി തന്നെ പൗരത്വ ഭേദഗതി ബില്ല് എന്ത് വില കൊടുത്തും ഇന്ത്യയിൽ നടപ്പിലാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടൊരു സാഹചര്യത്തിൽ ഇത്തരം ചില
തട്ടിപ്പുകൾ നടത്തിയതുകൊണ്ട് BJPക്ക് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടന്നു കയറാൻ പറ്റും എന്ന് കരുതുന്നുണ്ടോ? ഇവിടെ ഒരു കിരീടത്തിൻ്റെ അല്ല പ്രശ്നം. പിറന്ന മണ്ണിൽ മനുഷ്യനെ പോലെ ജീവിച്ചു മരിക്കാൻ മതന്യൂനപക്ഷങ്ങൾക്ക് അവകാശം കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്ന ഒരു തലത്തിലേക്ക് മതന്യൂനപക്ഷങ്ങൾ അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ചില താൽക്കാലികമായ തട്ടിപ്പുകൾ കാണിച്ചാൽ വീഴുന്നവരാണെന്ന് BJPക്ക് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതീക്ഷ ഇപ്പോൾ UDFിൻ്റെയിലും NDAയിലും ഒരു ഭരണവിരുദ്ധ വികാരം, ഇപ്പോൾ ഈ മന്ത്രിസഭയിലൊരു അംഗമാണ്, ഭരണവിരുദ്ധ വികാരമാണ് പൊതുവെ ഉയർത്തപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എത്രമാത്രമുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന്, ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് സാധ്യമാകാതെ പോയ പല കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ ഈ ജനസമക്ഷം കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് കേരളത്തിലെ സാമൂഹിക പെൻഷൻ കാര്യത്തിൽ, എന്തുകൊണ്ടാണ് കേരളത്തിലെ ചില വികസന പ്രവർത്തനങ്ങളിൽ വേണ്ടതുപോലെ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയാഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ക്ലിയറാക്കിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയ വിരോധം കൊണ്ട് കേരളത്തെ കഴുത്തു പിടിച്ച് ഞെരിച്ചു കൊല്ലുകയും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ തരാനുള്ള 57,432 കോടി രൂപയുടെ വിഹിതം തടഞ്ഞു വെക്കുകയും. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ്. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരമാകില്ല. ആ സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ UDFും BJPയും ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് താഴെക്കിടയിൽ ജനങ്ങളുമായി നല്ലതുപോലെ സംവദിക്കാൻ ഈ ഗവൺമെൻറ് ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ 3.5 കോടി വരുന്ന മലയാളിയെ ആക്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടിക്കെതിരായി ഉയരുന്നൊരു ജനവികാരമായിരിക്കും ഇതിലുണ്ടാകുക. അതിൽ കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ വർഷത്തേക്കാൾ പ്രധാനമായി കേരളത്തിന് ലഭ്യമാകേണ്ട പെൻഷൻ ഉൾപ്പെടെ, ഉച്ചക്കഞ്ഞി ഉൾപ്പെടെ, നെല്ല് സംഭരണം ഉൾപ്പെടെ കേരളത്തിന് ലഭ്യമാകേണ്ട വിഹിതം തടഞ്ഞു വെച്ചും കടമെടുക്കാനുള്ള അവകാശം നിഷേധിച്ചുമുള്ള നടപടി സ്വീകരിക്കുമ്പോൾ 64-ൽ സ്റ്റാറ്റ്യൂട്ടറി റേഷന് വേണ്ടി കേരളം ഒന്നായി നടത്തിയതുപോലൊരു സമരം ഉയർന്നു വരണം എന്ന് പറഞ്ഞിട്ടും ആ സമരത്തിന് വരാതിരുന്ന കോൺഗ്രസ് നിലപാടിനോടുള്ള ജനങ്ങളുടെ വിരോധവും പ്രതിഫലിക്കും. ഇപ്പോൾ ഞാനൊരു അങ്ങനെ ഗസ് ചെയ്യാനുള്ള അർത്ഥമില്ല എങ്കിലും ഒരു എത്ര ഭൂരിപക്ഷം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് LDF? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷം ഇപ്പോൾ എണ്ണം പറയേണ്ട കാര്യമില്ല. പക്ഷേ സാമാന്യം നല്ലതുപോലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. കണക്കുകൾ അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ലഭ്യമാകാൻ പോകുന്ന വോട്ടുകളെ സംബന്ധിച്ച് ഏകദേശ ഒരു ധാരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ടാർജറ്റ് എടുക്കേണ്ട വോട്ടുകളെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ധാരണയുണ്ട്. ആ ധാരണ ശരിയായി വരുന്ന സാഹചര്യത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഈ മണ്ഡലത്തിൽ കടന്നു വരാനാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ലതുപോലെ മേൽക്കൈയുള്ള രാഷ്ട്രീയം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. 17 തെരഞ്ഞെടുപ്പുകളിൽ 10 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിച്ച VS സുനിൽകുമാർ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം സ്വാഭാവികമായിട്ട് തൃശ്ശൂരിനൊരു സാധ്യത കുറവുണ്ടായിരുന്ന മണ്ഡലത്തിൽ നിന്ന് ജയിക്കുക, അത്തരത്തിലൊരു ജയസാധ്യത സ്ഥാനാർത്ഥി കൂടി. അല്ല, സ്ഥാനാർത്ഥിയുടെ ജയസാധ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. ജയസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് താരതമ്യേന ദുർബലമായിട്ടുള്ള തൃശ്ശൂർ നിയമസഭാ മണ്ഡലം ദീർഘമായ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു പിടിക്കുകയും അവിടെ മന്ത്രിയായിരിക്കുന്ന കാലത്ത് എല്ലാ വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരികയും ചെയ്തതിൻ്റെ വളരെ പോസിറ്റീവ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രത്യേകമായും നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യം. ഏതായാലും ഈ സ്വർണ്ണകിരീടം വിമോചന സമരമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല, അത് ഗുണം ചെയ്യില്ല അല്ലേ BJP? അല്ല, BJP തെറ്റിദ്ധാരണകളുടെ പുറകെ പോവുകയാണ്. നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ രാജ്യത്തു നിന്ന് തന്നെ അട്ടിയോടിപ്പിക്കാനുള്ള ബില്ല് പാസ്സാക്കുമെന്നും മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം രാഷ്ട്രീയമായി സൃഷ്ടിക്കുമെന്നും അനുഭവങ്ങളിലൂടെ തെളിയിക്കുന്നവർ ഇങ്ങനെ ആളുകളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കും. ഒന്ന്, തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും വിധത്തിലുള്ള ജാതി മത പ്രീണനം ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അതിന് നിയമപരമായി തന്നെ ആ കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട്. അതോടൊപ്പം കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നായി കാണുക എന്നുള്ള വലിയ രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. ഏതായാലും LDF ഉയർത്തുന്ന രാഷ്ട്രീയവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ മേന്മയും ഇത് രണ്ടും ഇത്തവണ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം സഹായിക്കുമെന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞു വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമകാടിനൊപ്പം റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.